ഹലോ മക്കളെ, അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ഈ വർഷം ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഒരു വർഷം നിങ്ങളുടെ മുമ്പിലുള്ള ആകെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഫുൾ A+ തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ ഒരു 2 ദിവസത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നുള്ള എല്ലാവരും എന്ത് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. യെസ്. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് കുറച്ച് മാറ്റങ്ങൾ ഈ ഒരു വർഷം നമുക്ക് നടക്കാനിരിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. 10ാം ക്ലാസ്സിലെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വളരെയധികം ആവേശമൊക്കെ ഉണ്ടാവും. ഞങ്ങൾക്ക് ഈ വർഷം എന്തായാലും ഫുൾ A+ നേടണം. എക്സാമിനർ ഫാമിലി നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവും കേട്ടോ. അത് ബാച്ചിൽ ജോയിൻ ചെയ്തവരാണെങ്കിലും അല്ലെങ്കിലും എല്ലാവരുടെ കൂടെ നമ്മൾ ഉണ്ടാവും. ബാച്ചിൽ ജോയിൻ ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാൻ പഠിക്കാൻ പറ്റും. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് പുതിയ മാറ്റങ്ങളാണ് നമുക്ക്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വേഗം തന്നെ നോക്കി നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം, ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് മക്കളെ, എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഓണം എക്സാമും ക്രിസ്മസ് എക്സാമും ഉണ്ടോ മിസ് എന്നുള്ളതാണ് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ മുന്നേ ഒരു വീഡിയോ ഇതേപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് ഒരു ശുപാർശ പോയിട്ടുണ്ടായിരുന്നു. ഓണപരീക്ഷയും ക്രിസ്മസ് പരീക്ഷയൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ ഒരു ശുപാർശ ഗവൺമെന്റ് മുമ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കമ്മീഷൻ. അത് അപ്രൂവൽ ആയോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പോഴും തീരുമാനമായിട്ടില്ല. എങ്കിൽ പോലും 10ാം ക്ലാസ്സിലെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി അവർക്കൊരു എക്സാം കൂടുതലാണ്, മോഡൽ എക്സാം എന്ന് പറയുന്നത്. മറ്റു ക്ലാസ്സിൽ എന്നൊക്കെ പറഞ്ഞാൽ ഓണപരീക്ഷ ഉണ്ടാവും, ക്രിസ്മസ് പരീക്ഷ ഉണ്ടാവും, ആനുവൽ എക്സാം ഉണ്ടാവും. അതുകൂടാതെ നിങ്ങൾക്ക് മോഡൽ എക്സാമും കൂടി ഉണ്ടാവും, IT-യുടെ പ്രാക്ടിക്കൽ എക്സാം, അതിൻ്റെ എന്താ പറയുക പരീക്ഷകൾ, എല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം ചിലപ്പോൾ ഈ ഒരു പരീക്ഷയുടെ എണ്ണം കുറയുന്നത് ചിലപ്പോൾ ഒരു സന്തോഷ വാർത്തയായിരിക്കാം. നമുക്ക് നോക്കാം എന്താണ് സംഭവം എന്നുള്ളത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നാൾ ശുപാർശ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഇതൊരു കൺഫേം ആക്കിയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതിപ്പോൾ നമ്മൾ ഒരു സ്കൂൾ വാർത്ത എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് അത് ഷെയർ ചെയ്ത് തരുന്നത്. ഓക്കെ, റെഡി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഇത് കണ്ട നിങ്ങൾക്ക് ആ ന്യൂസിൽ നിന്ന് എടുത്തിട്ടുള്ള ഭാഗമാണിത്. ഈ വർഷം ഓണ പരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും ഉണ്ടാകില്ല എന്നാണ് ഇപ്പൊ ഈ കാണുന്ന ന്യൂസിൽ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. അപ്പോൾ ഇത് നമ്മള് അധ്യാപകർ, നമ്മൾ ചുമ്മാ ഈ ഓൺലൈനിലുള്ളവരെ മാത്രം സ്കൂളിൽ വിളിച്ച് അന്വേഷിച്ചു, സ്കൂളിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകനോട് വിളിച്ച് അന്വേഷിച്ചു. അപ്പോൾ അധ്യാപകരൊക്കെ പറയുന്നത് ക്ലസ്റ്റർ മീറ്റിംഗിൽ ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ അധ്യാപകരോട് നിങ്ങൾ ചോദിക്കുക എന്താണ് ഇതിന്റെ കൺഫർമേഷൻ. അത് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, താഴെ കമന്റ് ചെയ്യണം. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യണം, എല്ലാ മക്കളോടും ഈ ഒരു കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് തന്നെ എല്ലാവർക്കും എത്തണം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഓരോ ന്യൂസ് കാണുമ്പോഴും ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ചിട്ടാണ് നമ്മളിതൊക്കെ നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ അഥവാ ഇനി എന്തെങ്കിലും നിങ്ങൾ വേറെ ഏതെങ്കിലും തരത്തിലാണ് അറിഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ആദ്യമേ അറിയാമായിരുന്നു ആദ്യത്തെ 2 ആഴ്ച പുസ്തകം അടച്ചു വെച്ചിട്ടുള്ള പഠനമാണെന്ന്. പക്ഷേ അപ്ലിക്കബിൾ അല്ല. ഒരുപാട് കുട്ടികൾ ഇപ്പൊ തന്നെ പല വീഡിയോസിന് താഴെ കമന്റ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്, ബോധവൽക്കരണ ക്ലാസ്സുകൾ നടക്കുന്നില്ല എന്ന് വരെ കമന്റ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുന്നില്ലെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം, രക്ഷിതാക്കളെ അറിയിക്കണം. അത് തീർച്ചയായിട്ടും വേണ്ട ഒരു കാര്യം തന്നെയാണ്. PTA മീറ്റിംഗ് കൂടൂലേ, അപ്പൊ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ 2 ആഴ്ചയിൽ ക്ലാസ്സുകളല്ല വേണ്ട, നിങ്ങൾക്ക് ഇതേപോലത്തെ ബോധവൽക്കരണ ക്ലാസ്സുകൾ, അതേപോലെ റോഡ് സുരക്ഷ പറയുന്നുണ്ട്, പരിസര ശുചീകരണം, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ, കായികം, കൃഷി, നല്ല പെരുമാറ്റം, റോഡ് നിയമങ്ങൾ, പോക്സോ നിയമം എന്നിങ്ങനെ കുഞ്ഞുങ്ങൾ അറിയേണ്ട സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളെല്ലാം നമുക്ക് ആദ്യത്തെ 2 ആഴ്ച പഠിക്കണം. അത് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കേണ്ടതാണ്. യെസ്. പിന്നെ ഈ ഒരു കാര്യമുണ്ട്, എന്താ പറയാ, SSLC ആണ്, പഠിക്കാൻ സമയമില്ല, ആ സമയത്ത് വീട്ടിലിരുന്ന് പഠിച്ചാൽ അതെങ്കിലും ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. തീർച്ചയായിട്ടും ഫുൾ A+ അല്ല നമ്മുടെ ജീവിതത്തിലെ വിജയം നിർണ്ണയിക്കുന്നത് നമ്മുടെ വ്യക്തിത്വം കൂടിയാണ്. നമ്മുടെ ഓരോ മനുഷ്യരുടെയും വ്യക്തിത്വം കൂടിയാണ് നല്ല സമൂഹം ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ക്ലാസ്സുകൾ ആരും മിസ്സാക്കരുത്. പിന്നെ അതുകൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ടൈമിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓൾറെഡി മുന്നേ നമ്മുടെ മനോരമ ന്യൂസിൽ വന്നിട്ടുള്ള ഒരു ന്യൂസാണ്. എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്തയാണിത്. SSLC മക്കളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പുതുമയൊന്നുമില്ല. കാരണം SSLC മക്കൾക്ക് ഗവൺമെന്റ് സ്കൂളിലൊക്കെ പിന്നെയും ആ ഒരു ടൈം ആയിരിക്കും ഉണ്ടാവാം. അല്ലാത്ത എയ്ഡഡ് സ്കൂളിലൊക്കെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും, നേരത്തെ 9 മണിക്കോ 9:30 മണിക്കൊക്കെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ സ്കൂൾ എങ്ങനെയാണെന്നുള്ളത് കമന്റ് ചെയ്യണ്ടേ, എല്ലാം കമന്റ് ചെയ്യണേ. അപ്പൊ തീർച്ചയായിട്ടും അരമണിക്കൂർ അധികം ഈ വർഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഇരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ
9:45 മുതൽ വൈകിട്ട് 4:15 വരെ. ചിലപ്പോൾ അവർക്ക് അതിൽ വലിയ പുത്തിരി ചിലപ്പോൾ പുത്തിരിയായിട്ട് തോന്നില്ല. അപ്പൊ ഇത് നിങ്ങൾക്ക് SSLC മക്കളെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും മറ്റു ക്ലാസ്സിലെ കുട്ടികളെക്കാൾ കൂടുതൽ ക്ലാസ് നിങ്ങൾക്ക് ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. കാരണം നമ്മൾ ഒരു ആദ്യത്തെ ടേണിംഗ് പോയിന്റിലാണ്. ഓക്കെ, ടേണിംഗ് പോയിന്റുകൾ മറ്റേ താമരശ്ശേരി ചുരം വരെ അതുപോലെ ഒരുപാട് ടേണിംഗ് പോയിന്റുകൾ ഉണ്ടാവും. അതിൽ ആദ്യത്തെ ടേണിംഗ് പോയിന്റ് ആണ് SSLC എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് നന്നായിട്ട് എന്താ പറയുക, നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ടേണിംഗ് പോയിന്റ് നന്നായിട്ട് തിരിയാൻ വേണ്ടി പറ്റുള്ളൂ. യെസ്, അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിനും കൂടി വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കുക 9:45 ഒരു 15 മിനിറ്റ് മുമ്പ് നേരത്തെയും 15 മിനിറ്റ് വൈകിയുമായിരിക്കും നിങ്ങളെ സ്കൂളിൽ നിന്നും പറഞ്ഞയക്കുന്നുണ്ടാവുക. പിന്നെ വർക്കിംഗ് ഡേയ്സും കൂട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. 205 പ്രവൃത്തി ദിവസങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ നന്മക്ക് വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഈ ഒരു വർഷം അടിപൊളിയായിട്ട് ഇപ്പൊ ഒരു ഉള്ളിലൊരു ആ ഒരു ഫയർ ഉണ്ട് അല്ലേ. അപ്പൊ ആ ഒരു ഫയർ അല്ലേ നമുക്ക് എന്തായാലും നേടണം. കഴിഞ്ഞ വർഷത്തെ പോലെ ആവരുത്, ഇപ്രാവശ്യം എനിക്ക് നന്നായി പഠിക്കണം, ആദ്യം മുതലേ തന്നെ പഠിച്ചു തുടങ്ങണം. ഇങ്ങനെയൊക്കെ ഈ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് എന്തായാലും ഫീൽ ചെയ്യല്ലോ. അപ്പൊ അതെന്ത് ചെയ്യുക, ആ ഒരു ഫയർ കെടാതെ നോക്കുക. നമുക്ക് ഈ ഒരു 10ാം ക്ലാസ് അവസാനിക്കുന്നത് വരെ ഫുൾ എന്തായിരിക്കണം, ഈ ഒരു ഫയർ ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. പിന്നെ അതേപോലെ തന്നെ കുറച്ചൊക്കെ ഇച്ചിരി ടെൻഷനുള്ളത് നല്ലതാണ്. പക്ഷെ എന്താ വെച്ചിട്ട് ഓവറായിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളുണ്ട് നിങ്ങളുടെ കൂടെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ക്ലാസ്സുകളും. നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട. പുതിയ സിലബസ് ആണ്, പുതിയ ബുക്കാണ്, PYQs ഇല്ല, അങ്ങനെയുള്ള യാതൊരു ടെൻഷനും വേണ്ട. ഒരു ചാപ്റ്ററിൽ നിന്നും എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ നമ്മുടെ ബാച്ചിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിറയെ ക്വസ്റ്റ്യൻസ്. യെസ്, ബുക്ക് സെറ്റും അടിപൊളി ബുക്ക് സെറ്റ് ആട്ടോ. നമ്മുടെ ഇന്റർവ്യൂസിൽ പല കുട്ടികൾ, അതായത് +1 +2 ഫുൾ മാർക്ക് വാങ്ങിയിട്ടുള്ള കുട്ടികളുടെ ഇന്റർവ്യൂസ് ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. ആ സമയത്ത് അവർ പറയുന്നത് കേൾക്കുക, ഈ ബുക്ക് സെറ്റ് എത്രത്തോളം അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. ഈവൻ ഷമീം സാറിനെയും ATR മിസ്സിനെയും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ബുക്ക് സെറ്റാണ്, പാരമ്പര്യമുള്ള ബുക്ക് സെറ്റാണ്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ A to Z കാര്യങ്ങൾ നമ്മുടെ ബുക്ക് സെറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ഫാമിലിയുടെ ഭാഗമായിട്ട് മാറാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ അതേപോലെ കമന്റ് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതെല്ലാം കമന്റ് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ വീണ്ടും കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.